ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും RK റിപ്പ് ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഗിൽഡിനെ കുറിച്ചാണ്. അതുകൊണ്ട് ഈ വീഡിയോ മെയിൻലി ബിഗിനേഴ്സിന് വേണ്ടിയാണ്. ഗിൽഡിനെ കുറിച്ച് മാത്രമല്ല, മറ്റു ചില കാര്യങ്ങൾ ഗിൽഡുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ എന്താണ് ഗിൽഡ് എന്നാണ്. രണ്ടാമത്തെ കാര്യം എങ്ങനെയാണ് ഗിൽഡിൽ ഗ്ലോറി ഇൻക്രീസ് ചെയ്യുന്നതെന്നാണ്. മൂന്നാമത്തെ കാര്യം എങ്ങനെയാണ് ഡോഗ് ടാഗ് ഇൻക്രീസ് ചെയ്യുന്നതാണ്. ഗിൽഡ് എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രൂപ്പാണ്. അതിൻ്റെ ലെവൽ കൂടുന്നതനുസരിച്ച് അതിൻ്റെ കപ്പാസിറ്റി കൂടും. ഗിൽഡ് 4 ലെവൽ വരെയാണ് ഉള്ളത്. ലെവൽ 1 നമുക്ക് 20 പ്ലെയേഴ്സിനെ കയറ്റാൻ പറ്റും. ലെവൽ 2 25, ലെവൽ 3 30, ലെവൽ 4 നമുക്ക് 35 പ്ലെയേഴ്സിനെ കയറ്റാൻ പറ്റും. നമുക്ക് പിന്നെ പ്ലെയേഴ്സിനെ കയറ്റണമെങ്കിൽ ഡയമണ്ട് കൊടുക്കേണ്ടി വരും. 600 ഡയമണ്ട് വരെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 45 പ്ലെയേഴ്സ് വരെ കയറ്റാൻ സാധിക്കും. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗിൽഡിൻ മെയിനായിട്ട് 4 പേരാണുള്ളത്. അതിലൊരാളാണ് ഗിൽഡ് ലീഡർ. ഗിൽഡ് ലീഡർക്ക് ഗിൽഡിലോട്ട് പ്ലെയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാനും റിമൂവ് ചെയ്യാനും സാധിക്കും. പക്ഷേ ബാക്കിയുള്ള 3 പേർ ഓഫീസർമാരെന്നാണ് പറയുന്നത്. അവർക്ക് ഗിൽഡിൽ നിന്നും പ്ലെയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. അവർക്ക് പ്ലെയേഴ്സിനെ റിമൂവ് ചെയ്യാൻ സാധിക്കത്തില്ല. പിന്നെ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഗിൽഡിൻ്റെ ലെവൽ കൂടുന്നത് അതിൻ്റെ ഗ്ലോറി അനുസരിച്ചാണ്. ലെവൽ 1 കംപ്ലീറ്റ് ആവണമെങ്കിൽ 10,000 ഗ്ലോറി വേണം. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ലെവൽ ഗ്ലോറി കൂടാനുള്ള കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഗ്ലോറി കൂട്ടാൻ വേണ്ടി ഏറ്റവും മെയിൻലി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാക്സിമം നമ്മൾ ഗിൽഡ് മെമ്പേഴ്സുമായിട്ട് മാച്ച് പോകാൻ ശ്രമിക്കുക. മനസ്സിലായോ? നമ്മൾ മാക്സിമം ഗിൽഡ് മെമ്പേഴ്സുമായിട്ട് മാച്ച് പോകാൻ ശ്രമിക്കുക. നമ്മൾ സ്ക്വാഡൊക്കെ ഇറങ്ങുമ്പോൾ നമ്മളെ ഗ്ലോറി പെട്ടെന്ന് കൂടുന്നതാണ്. ഇനി ഗ്ലോറി കൂട്ടുന്ന രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം റാങ്ക്ഡ് മാച്ചുകൾ കളിക്കാൻ ശ്രമിക്കുക. ക്ലാഷ് സ്ക്വാഡ് റാങ്ക്ഡ് ഗെയിം അതൊക്കെ കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്ലോറി കൂടുന്നതാണ്. അടുത്തത് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളിയാഴ്ചകളിലിരുന്ന് ഗ്ലോറി കളിക്കുമ്പോൾ നമുക്ക് ഡോഗ് ടാഗുകൾ കിട്ടും. അത് മെയിൻലി ക്ലാഷ് സ്ക്വാഡ് റാങ്ക്ഡ് ഗെയിമും കളിച്ചാൽ നമുക്ക് ഡോഗ് ടാഗ് കിട്ടും. എന്നാൽ ഇപ്പോൾ ഡോഗ് ടാഗ് കിട്ടണ അനുസരിച്ചാണ് നമുക്കിനി ഗ്ലോറി കിട്ടുന്നത്. ഡോഗ് ടാഗ് 1800 എണ്ണമുണ്ടെങ്കിൽ ഗ്ലോറി അതേ 1800 തന്നെ നമുക്ക് കിട്ടാൻ ഏറ്റവും ചാൻസ് കൂടിയ സമയമാണ് വെള്ളിയാഴ്ചകളിൽ കളിക്കുന്നത്. പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ഡോഗ് ടാഗുകൾ ഇൻക്രീസ് ചെയ്യാമെന്നാണ്. നിങ്ങൾക്കറിയാലോ, ഡോഗ് ടാഗുകൾ ഇൻക്രീസ് ആയിക്കഴിഞ്ഞാലാണ് നമുക്ക് റൂം കാർഡ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഡോഗ് ടാഗുകൾ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെള്ളിയാഴ്ചകളിൽ ഈ ഗ്ലോറി കിട്ടുന്ന സ്റ്റെപ്പിൻ്റെ അതേ 2 സ്റ്റെപ്പ് തന്നെയാണ് ഇതിലും നമ്മൾ ചെയ്യുന്നത്. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം റാങ്ക്ഡ് ഗെയിമുകൾ കളിക്കാൻ ശ്രമിക്കുക. ക്ലാഷ് സ്ക്വാഡ് റാങ്ക്ഡ് മാച്ചും കളിക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞ് പിന്നെ അതുകൂടാതെ നമ്മൾ നമ്മുടെ ഗിൽഡ് മെമ്പേഴ്സുമായിട്ട് കളിക്കാൻ ശ്രമിക്കുക. ഈ സ്റ്റെപ്പുകളെല്ലാം നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഗ്ലോറി ഇൻക്രീസ് ചെയ്യുന്നതാണ്. മാത്രവുമല്ല വെള്ളിയാഴ്ചകളിൽ നമുക്ക് റൂം കാർഡ് ക്ലെയിം ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും എൻ്റെ ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.